ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷംല. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ സ്വദേശിനിയാണ്. ഞാനിപ്പോൾ ഒരു കൂട്ടായ്മയുമായി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഇപ്പോൾ ഒരു അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മെൻറ്റർ ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചു. നിസ്സാര ക്വസ്റ്റ്യനാണ്, ഹൂ ആം ഐ. അത് എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഞാനും ഒരുപാട് ചിന്തിച്ചു. അതിൽ നിന്ന് എനിക്ക് ആദ്യം കിട്ടുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത്, ഞാനൊരു മകളാണ്, എൻ്റെ സഹോദരന്മാരുടെ സഹോദരിയാണ്, വിവാഹത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, ഉമ്മയുടെ മരുമകളാണ്, അതുപോലെ എൻ്റെ മക്കളുടെ ഉമ്മയാണ്. അങ്ങനെയൊക്കെയുള്ള ഓരോ പൊസിഷനിൽ കൂടി വന്നിട്ടുള്ള ഞാൻ തന്നെ എന്നുള്ളൊരു ആൻസറാണ് ആദ്യത്തെ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്നത്. പിന്നീട് ഒരുപാട് ചിന്തിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത്, അതൊന്നുമല്ല, നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ആദ്യത്തെ കാര്യങ്ങൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും അറിയില്ല, മറ്റുള്ളവരോട് പ്രതികരിക്കാൻ അറിയില്ല, എന്ത് പറഞ്ഞാലും കരയാൻ മാത്രം അറിയാം. ശരിയായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട്, സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ടുള്ളൊരു കഴിവില്ല, കോൺഫിഡൻസ് ഇല്ല. എന്ത് കാര്യത്തിനായാലും എന്തിനും ഇറങ്ങിത്തിരിക്കാനുള്ളൊരു ആത്മവിശ്വാസം നമുക്കില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് പറയുന്നത് കേട്ട് അത് ചെയ്യുക ഇത് ചെയ്യുക അങ്ങനത്തെ ഉള്ളൊരു പ്രകൃതമായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു കൂട്ടായ്മയുമായി ചേർന്നതിന് ശേഷമാണ് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു തീരുമാനങ്ങൾ എടുക്കാനായാലും എല്ലാത്തിനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത്. അതാണ് നമുക്ക് വേണ്ടതല്ലേ. നമ്മളുടെ ഈ ഒരു യുഗം എന്ന് പറയുന്നത് മക്കൾ, ന്യൂ ജനറേഷൻ പിള്ളേരാണ്. അവരുമായിട്ട് മല്ലിടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ നിന്നിരുന്ന പൊസിഷൻ ഏതാണെന്നും ഇപ്പം നിൽക്കുന്ന പൊസിഷൻ ഏതാണെന്നും നമ്മൾ ഏത് പൊസിഷനിലേക്കാണ് എത്തേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കാം. ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നോക്കാം. എല്ലാ സ്ത്രീകളോടും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ ഒരു പൊസിഷനിലല്ല, നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും ഒരുപാട് നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. നമുക്കുള്ള സമയം നമ്മൾ നല്ല രീതിയിൽ ചിലവഴിച്ചുകൊണ്ട് നമ്മളുടെ ലക്ഷ്യങ്ങളായി നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് അറിവുകൾ നേടിയെടുക്കേണ്ടതുണ്ട്, ഒരുപാട് അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്, ഒരുപാട് ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ മെൻറ്റർ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. ആയി കിട്ടുന്ന കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് അന്വേഷണങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആൻസറുകളെല്ലാം ഈ ഒരു വീഡിയോവുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചാനലിൽ വീണ്ടും ഞാൻ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെയായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.